സ്വാഗതം അറിയിക്കുകയാണ്. I welcome everyone who's gathered here in the name of our Lord Jesus Christ. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാനും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കാനും കർത്താവിനെ പാടി ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് എന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the opportunity that the Lord has given us to come together here and praise and worship Him with spiritual songs. നമ്മൾ ഇന്ന് വായിച്ച ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വായിച്ച സങ്കീർത്തന ഭാഗം സങ്കീർത്തനം 100 ആണ്. Today, depending on the grace of the Lord, we have read from Psalm 100. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സങ്കീർത്തന ഭാഗമാണ് നാം വായിപ്പാൻ തക്കവണ്ണം ഇടയായത്. We have read from a blessed psalm. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഈ സർവ്വ മനുഷ്യരും ദൈവത്തെ ആരാധിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനമാണ്. This psalm has a blessed message. It calls every single person in this world to worship the Lord. എല്ലാ മനുഷ്യരും ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. The Lord desires that every single person should praise and worship Him. ഇന്ന് നാം പകൽക്കാലം ദൈവത്തെ പാടി മഹത്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. Today we were able to sing and worship the Lord. നമ്മൾ ദൈവത്തെ പാടി ആരാധിച്ചു, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിപ്പാനിടയായി. We praise the Lord by singing and clapping our hands. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് നാം എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം, എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്ന് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയാണ്. This psalm teaches us why we must praise and worship the Lord. നമ്മൾ ഈ സങ്കീർത്തനം ഓൾറെഡി വായിച്ചല്ലോ. ഇപ്രകാരം പറയുക, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ. In this psalm we read, make a joyful shout to the Lord, all you lands. Praise the Lord. അവിടെ പറയുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് സകല ഭൂവാസികളുമായുള്ളവരെ എന്ത് ചെയ്യണം? യഹോവയ്ക്ക് ആർപ്പിടുവീൻ. അടുത്തത് പറയുകയാണ്, സന്തോഷത്തോടെ യഹോവ എന്ത് ചെയ്യണം? സേവിക്കും. അടുത്തത് പറയുക, സംഗീതത്തോടെ അവരുടെ സന്നദ്ധിയിൽ വരുവീൻ. So here we are told to make a joyful shout to the Lord, all you lands, and then we are told to serve the Lord with gladness, and then to come before His presence with singing. അടുത്തത് പറയുകയാണ്, യഹോവ തന്നെ ദൈവമെന്ന് നാം എന്ത് ചെയ്യണം? അറിയണം. Thirdly, we must know that the Lord, He is God. അടുത്ത സങ്കീർത്തനക്കാരൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത്, നാം ദൈവത്തെ എന്തുകൊണ്ട് ആരാധിക്കണമെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ എന്ത് ചെയ്തു? നിർമ്മിച്ചു. ദൈവം നമ്മെ ഉണ്ടാക്കി. നാം എന്ത് ചെയ്യുന്നു? അവരുള്ളവരാകുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം. Then the psalmist answers the question why we must praise the Lord. It is because He made us and we are His people and the sheep of His pasture. അടുത്ത ഭാഗം പറയുകയാണ്, നാം എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ, അവൻ്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളുമാണ്. അതിനുശേഷം പറയുകയാണ്, അവൻ്റെ വാതിലുകളിൽ നാം എന്ത് ചെയ്യണം? സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ എന്ത് ചെയ്യണം? സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ എന്ത് ചെയ്യണം? സത്യം പറഞ്ഞൊരു പെന്തക്കോസ്തുകാർക്ക് പറ്റിയ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 100ാമത്തെ സങ്കീർത്തനം. So the psalmist continues his answer and says, we are His people and the sheep of His pasture, and then he tells us to enter into the Lord's gates with thanksgiving and into His courts with praise. So this is a psalm that is apt for us Pentecostal people. അതിൻ്റെ 5ാമത്തെ വാക്യം പ്രത്യേകം വായിക്കുമ്പോൾ, അത് വായിച്ചാൽ അറിയാതെ നാം ദൈവത്തെ സ്തുതിച്ചു പോകും. പറയുന്നതാണ്, എന്താണ് പറയുന്നത്? യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുകയാണ്. As we read verse 5, we will spontaneously break into worship as we read, for the Lord is good, His mercy is everlasting, His truth endures to all generations. ശ്രദ്ധിച്ച, ദൈവത്തിൻ്റെ വിശ്വസ്തത ഒരു ജനറേഷൻ കൊണ്ട് തീരുന്നതല്ല, 2 ജനറേഷൻ കൊണ്ട് തിരികെയില്ല. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു തലമുറ ഇറങ്ങിത്തിരിച്ചാൽ അവൻ്റെ തലമുറകളെ എല്ലാം പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. Here we are told that the Lord's faithfulness is not restricted to just one generation, but rather as one generation commits to the Lord, each successive generation is blessed by the Lord. നാം അതിൻ്റെ 5 വാക്യങ്ങളും വായിപ്പാനിടയായി. Today we have read all 5 verses. നാം എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്നും എന്തുകൊണ്ട് ആരാധിക്കണമെന്നും ആ സങ്കീർത്തനത്തിൽ കാണുവാനിടയായി. We read from the psalm why we must worship the Lord and how we must worship the Lord. അതിന്റെ 1-2 വാക്യങ്ങൾ ദൈവസന്നിധി വായിക്കുമ്പോൾ, as we read verses 1 and 2, പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ പറഞ്ഞാൽ, condensing it into a capsule form, അവിടെ പറയുന്നു, worship with joyful praise, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. We must be able to worship the Lord with a joyful shout. Hallelujah. Hallelujah. എങ്ങനെ സ്തുതിക്കണം? How must we praise the Lord? സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. We must praise the Lord with a joyful shout. Hallelujah. നമുക്ക് പല തരത്തിലുള്ളതായ വികാരങ്ങളിലൂടെയും വിചാരങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നവരാണ് മനുഷ്യര്. We are all people who are affected by different emotions and desires. പ്രമോഷൻ കിട്ടിയിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ടാകാം, വേർപാടിന്റെ ദുഃഖത്തിൽ ഭാരപ്പെടുന്നവർ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കാം,
അങ്ങനെ മറ്റ് മാനസിക ദുഃഖങ്ങളും ഭാരങ്ങളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കാം. സർക്കംസ്റ്റാൻസ് എന്തായാലും വിഷയമല്ല. ദൈവത്തെ ദൈവമായി കണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. So today you might be sitting here after having received a promotion at work and being very joyful about it, or you might be in mourning for a loved one and in complete shambles emotionally. But whatever your emotional state and circumstances are, you must still be able to praise the Lord. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. I trust everyone has understood what I'm saying. എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുകയല്ല, എന്നെ വിടുവിച്ചതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയല്ല. പകരം ദൈവത്തെ ദൈവമായി കണ്ട് ദൈവത്തിന് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞാൻ ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് കടന്നു വന്ന് ആരാധന ദൈവത്തെ അർപ്പിക്കുകയാണ്. So do not praise the Lord because of what he has done for you, but rather praise the Lord understanding who he is and how he is. നമുക്കറിയാം, ഇസ്രായേലിനെ പറ്റി പഠിക്കുമ്പോൾ ഇസ്രായേല് അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി നിന്ന റെഡ് സീയെ അവർ ക്രോസ് ചെയ്തൊക്കെ ശേഷം മിരിയാം തപ്പെടുത്ത് ദൈവത്തെ എന്ത് ചെയ്യുകയാണ്? ആരാധിക്കുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Going back to the Bible, in the book of Exodus, we can see Miriam worshipping and praising the Lord with the tambourine after having received deliverance, having passed through the Red Sea. പ്രത്യേകിച്ച് നമ്മൾ ആരാധനയെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ സഹോദരന്മാരെക്കാൾ ഒരുപടി മുമ്പിലാണ് സഹോദരിമാരുടെ ആരാധന എന്ന് പറയുന്നത്. As we observe worship sessions, we often see that the ladies are often one step ahead in praising the Lord. അതിന്റെ അർത്ഥം സഹോദരന്മാരൊട്ടും മോശമാണെന്നല്ല, പക്ഷേ നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ്. I'm not putting down any of the brothers sitting here. It is just a common observance. പ്രത്യേകിച്ച് ഈ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചെങ്കടൽ അങ്ങോട്ട് കടക്കുകയും അവിടെ മിരിയാമെ എന്താണ് തപ്പെടുക്കൊന്നും പറഞ്ഞില്ല, പറഞ്ഞോ? ആരാധിക്കുന്നൊന്നും പറഞ്ഞില്ല. തപ്പെടുത്ത് അവിടെ കയ്യിലുള്ള തപ്പെടുത്ത് അവൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ കൂടെ മറ്റു സഹോദരിമാരും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ പറഞ്ഞ ഇടയായി തീർന്നു. As the children of Israel crossed the Red Sea, we do not see Moses telling Miriam to praise and worship the Lord, but rather she and other sisters just spontaneously break into worship with the tambourine. നിങ്ങൾ വീട്ടിൽ നിന്ന് സമയമുണ്ടപ്പോൾ വായിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. This is recorded in Exodus chapter 15. You do not read it now. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം അവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കുമ്പോൾ ആരാധിക്കാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടെങ്കിൽ പോലും ഞാൻ മുമ്പേ പറഞ്ഞത് മറക്കരുത്, എല്ലാ സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ ആരാധിക്കുവാനൊക്കെ വേണം ഇടയായി തീരണം. So in summary, even if you have a specific reason to praise and worship the Lord, you should still praise him irrespective of your personal circumstances and difficulties. ദാവീദ് ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചത് നമുക്ക് കാണാൻ. ദാവീദിനെ പറ്റി പഠിക്കുമ്പോൾ ദാവീദ് ദൈവത്തിന്റെ പെട്ടകത്തിന് മുമ്പാകെ എന്ത് ചെയ്തു? നൃത്തം ചെയ്ത് ആരാധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. As we examine history, we can see that King David worshipped and praised the Lord with dancing before the Ark of the Covenant. അദ്ദേഹം ദൈവത്തെ ആരാധിക്കുന്നതിന് തന്റെ ജോലിയോ തന്റെ പദവിയോ തന്റെ ഐഡന്റിറ്റിയോ ഒന്നും ഒരു വിഷയമായിരുന്നില്ല. For him, the fact that he was a king or he had a powerful position or an occupation was not a hindrance to him worshipping the Lord. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള തടസ്സം എന്താണ്? Often there is often a problem when we try and worship the Lord. ഒരു സ്തോത്രം പറയാനുള്ള തടസ്സം എന്താണ്? What is the hindrance when we have to say stotram? ഒരു ഹല്ലേലൂയ പറയാനുള്ള തടസ്സം എന്താണ്? What is often the hindrance to you saying hallelujah? ദൈവം തന്ന പല നന്മകളുമാണ് അതിന് തടസ്സമെന്ന് നാം മനസ്സിലാക്കണം. Oftentimes the very hindrance is the very blessing that the Lord has given you. അല്ലേ? ചോദിക്കേ, ദൈവമല്ലേ നമ്മളെ പഠിക്കാൻ ബുദ്ധിയും ജ്ഞാനവും അറിവും തന്ന്, ഇത്രത്തോളം അറിവ് തന്ന്, ഇത്രയും പഠനം തന്ന്, ഇത്രയും കാര്യങ്ങൾ തന്ന് ഈ നിലയിൽ ദൈവം നമ്മെ ആക്കിയെങ്കിൽ ശ്രദ്ധിച്ചോണേ, ഹല്ലേലൂയ. ആ നന്മകൾ തന്നെയാണ് പലപ്പോഴും ഒരു സ്തോത്രം പറയാൻ നമ്മളെ എന്ത് ചെയ്യുന്നത്, നമുക്ക് കഴിയാതെ പോകുന്നത്. ശ്രദ്ധിക്കുക, ദാവീദിനെ നാം കണ്ട് പഠിക്കണം. ദാവീദിനെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കണം. എന്തെല്ലാം നന്മകൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിലും, എത്ര നല്ല വലിയ പൊസിഷൻ നമ്മളാണെങ്കിലും, എത്ര സമ്പത്തുണ്ടായിരുന്നാലും, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നാലും ദൈവത്തെ ആരാധിക്കുന്നതിൽ യാതൊരു മടിയും കാണിച്ചില്ല. ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. So you have to remember that it is the Lord who gave you the skills and knowledge and intelligence to study as much as you did and reach the positions in life that he has now placed you in. But these often become a hindrance to you worshiping the Lord. But to King David, the riches he had, the powers he had, the titles he had were no matter and were not a hindrance to him worshiping the Lord as he wanted to do so. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം മിക്കവാറും പറയാനുള്ള കാര്യമാണ് പൗലോസിന്റെ ശീലാസിന്റെ കാര്യം. As we come to the New Testament, we often quote the
the incident in Paul and Silas's life. അവിടെ എന്താ സംഭവിച്ചത്? അവർ എന്താണ് ദാവീദ് രാജാവായിരുന്നപ്പോൾ ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിച്ചെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ പൗലോസും ശീലാസും കഷ്ടതയുടെ തീച്ചൂളയിൽ എന്ത് ചെയ്യുകയാണ്? കാരാഗ്രഹത്തിന്റെ അകത്ത് ആമത്തിൽ പൂട്ടിക്കിടക്കുന്ന സമയത്ത് അവർ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. As King David worshipped the Lord while he was in all his glory as the king of Israel, Paul and Silas were able to worship the Lord as they were going through the fiery trials and tribulations of being placed in a prison. ഞാൻ ജീവിതമാകുന്ന കഷ്ടതയിലൂടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കിവിടെ ബാധകമാണ്, നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. നാം എല്ലാ സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. All my dear friends and brothers and sisters who are going through the trials and tribulations of life, no matter what you are going through, you should still be able to praise the Lord. പ്രാരംഭ സമയത്ത് ഞാൻ മിരിയമിനെ പറ്റി സഹോദരിമാരെ പറ്റി പറഞ്ഞെങ്കിൽ ഇവിടെ നോക്കുക, ഈ പോയിന്റ് തന്നെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് സഹോദരന്മാർ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് രണ്ട് ദൈവഭക്തന്മാർ, അഭിഷക്തന്മാർ, അവർ തീച്ചൂളിലൂടെ കടന്നു പോകുമ്പോൾ യാതൊരു മടിയും കൂടാതെ, ശരീരത്തിന് മുറിവുകളുണ്ട്, വേദനയുണ്ട്, ഹൃദയത്തിന്റെ അകത്ത് വേദനയുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറെടുക്കുകയാണ്. I mentioned the praise that the sisters often give to the Lord, but now I'm bringing into remembrance the two brothers who are going through the trials and tribulations, staying in prison, but yet disregarding all their physical discomfort and wounds and praising the Lord with determination. Praise the Lord. അപ്പോൾ നാം സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും ഒരുപോലെ ഒരു സമയവും നോക്കാതെ, ഒരു സാഹചര്യവും നോക്കാതെ ദൈവസന്നിധി കടന്നു വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. So my brothers and sisters, you should all be able to praise the Lord no matter what difficulties and personal situations that you are going through as you come to the presence of the Lord. അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ പറഞ്ഞത്, ജീവിതത്തിലെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമ്മെ കൊണ്ട് സാധിക്കണം. So no matter what personal circumstances you're going through in life, you should still be able to praise the Lord. നമ്മുടെ ആരാധനയിൽ നമുക്ക് സന്തോഷമുണ്ടാകണം. There must be joy in your worship. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയിൽ നമുക്ക് സമാധാനം ലഭിക്കണം. You must receive a heavenly peace while you're worshiping the Lord. നമ്മുടെ ആരാധനയിൽ ദൈവവുമായി കണക്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. You must be able to connect with the Lord as you are praising and worshiping him. നമ്മുടെ ആരാധനയിൽ ഒരു ജീവൻ ഉണ്ടായിരിക്കണം. There must be a certain force of life in your worship. Praise the Lord. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ദൈവജനം ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകണം. You must be able to bring into remembrance all the good things that the Lord has done for you as you praise and worship him. ദൈവത്തെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വിഷയമാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ അവരുടെ ആരാധന പബ്ലിക്കായി തന്നെ ദൈവത്തിന് കൊടുക്കുവാൻ വേണം ഇടയാകണം. If you are praising and worshiping the Lord, then you must be able to do so in public. അതിന്റെ കാരണം ഇതാണ്, ദൈവം നിന്നെ മറ്റു മനുഷ്യരുടെ മുമ്പാകെ ഉയർത്തിയത് കൊണ്ട് മറ്റു മനുഷ്യരുടെ മുമ്പാകെ നിന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ വേണം ഇടയാകണം. As the Lord has blessed you and raised you up in public, so you must be able to raise and praise the Lord in public. ദൈവം നിന്നെ സീക്രട്ട് ആയിട്ടല്ല ഉയർത്തിയതാണോ? Did the Lord bless you in secret? ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ദൈവം നമ്മെ സീക്രട്ട് ആയിട്ടല്ല ഉയർത്തിയത്. ദൈവത്തിന്റെ നന്മകളെല്ലാം പബ്ലിക്കായിട്ടാ. അപ്പോൾ നാം ദൈവത്തെ പബ്ലിക്കായി ആരാധിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. The Lord has blessed you in public, so you are duty bound to worship the Lord in public. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ ഈ ശകലം പോലും അല്ലെങ്കിൽ ഒരു മടി കാണിക്കുവാൻ പാടില്ല. So you must not be lethargic and lazy when worshiping the Lord. ആ വാക്യം മൂന്നാം വാക്യം വായിച്ചാട്ടെ, മൂന്നാമത്തെ വാക്യം. Let's come to verse 3 please. That's a right attitude, right understanding. അവിടെയാണ് കറക്റ്റ് കാര്യം പറയുകയാണ്. അവിടെ പറയുന്നത് എന്താ പറയുന്നത്? യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. Know that the Lord, he is God. It is he who has made us, not we ourselves. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? We have to worship with the right understanding. യഥാർത്ഥമായി ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട്, യഥാർത്ഥ ആരാധന എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതെന്താണെന്ന് പറയുന്നത് അവിടെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയാണ് എൻ്റെ ആരാധനയ്ക്ക് യോഗ്യൻ. ആണോ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? അവനാണ് എന്നെ നിർമ്മിച്ചത്, അങ്ങനല്ലേ പറയുന്നത്. അടുത്ത ഭാഗം പറയുകയാണ്, ഞാൻ അവനുള്ളവരാകുന്നു. അപ്പോൾ എൻ്റെ മുഴുവൻ ആരാധനയും ആർക്കുള്ളതാ? എൻ്റെ ദൈവത്തിനുള്ളതാണ്. So here the psalmist tells us to worship the Lord with the right attitude and understanding. Here we are told to understand that the Lord is God and that he has made us and that we are his people and we belong to him. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയുക എന്നുള്ള വലിയൊരു കാര്യമാണ്.
It is a great thing to understand the Lord. ഹല്ലേലൂയ. നമുക്ക് പലതിനെ പറ്റിയും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. Many people who are sitting here are extremely well educated. ഒരു പക്ഷേ ബാച്ചലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഒക്കെ ചെയ്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. The people sitting here have all completed their bachelor's and master's degrees. ഓരോ ഏരിയയും കേന്ദ്രീകരിച്ച് പഠിച്ചവരാണ് അല്ലേ? You have all had specialized education. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വിളിച്ച ദൈവത്തെ യഥാർത്ഥമായി ഒന്ന് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുവാനോ മനസ്സിലാക്കാനോ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? But have you been able to understand have you been able to develop specialized understanding of the Lord? മോശയെ പറ്റി പഠിച്ച മോശയ്ക്ക് ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാനിടയായി തീർന്നിട്ടുണ്ട്. If you look at the life of Moses, we can see that he had an encounter with the Lord. കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അറിയാമെങ്കിലും ദൈവത്തെ വേണ്ട പോലെ അറിയുവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല. Even though he had known about the Lord, he did not understand the Lord. എന്നാൽ ദൈവത്തെ വേണ്ടതുപോലെ അറിയുവാൻ ദൈവത്തിന്റെ ഒരു സ്പർശനം ആവശ്യമാണ്. To understand the Lord as you should, you need to be able to have a connection with him. അത് മോശയുടെ ജീവിതത്തിൽ സംഭവിപ്പാനൊക്കെ വേണ്ട ഇടയായി തീർന്നു. And that connection happened in the life of Moses. എങ്ങനെ സംഭവിച്ചത്? ഫറവോന്റെ ഭവനത്തിൽ വെച്ചാണോ? Did it happen in the palace of Pharaoh? കൊട്ടാരത്തിൽ വെച്ചാണോ? അല്ല, അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് പല പ്രശ്നങ്ങൾ നേരിട്ട് അവിടെ നിന്നും ഓടിക്കുന്ന സമയത്ത് ദൈവം മുൾപ്പടപ്പിന്റെ മേൽ ഇറങ്ങുവാതൊക്കെ വണ്ണം ഇടയായി തീർന്നു. Moses was able to connect with the Lord as he was going through many trials and tribulations after having had to escape from the palace of Pharaoh in his encounter with the burning bush. ഹല്ലേലൂയ. ആ എന്താണ് മുൾപ്പടപ്പിന്റെ ദർശനം, the vision of the burning bush. ഹല്ലേലൂയ. തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായി തീർന്നു. It turned his life upside down. തന്റെ ജീവിതത്തിൽ തന്റെ ശുശ്രൂഷയുടെ ആരംഭമായി അത് മാറുവാനിടയായി. It turned out to be the beginning of his ministry. ദൈവമക്കളെ, നമ്മളെല്ലാം ഞായറാഴ്ച വരുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, കടന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആവശ്യമാണെങ്കിൽ ദൈവവുമായി ഒരു എൻകൗണ്ടർ ആവശ്യമാണ്. We all come to the church on Sundays and worship the Lord, but if you want to have a turning point with the Lord, then you need an encounter with him. ഒരു ശരാശരി ആത്മീയ ജീവിതം നയിച്ചു പോകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നാം. You are not called to lead ordinary and average Christian lives. ഞാൻ പറഞ്ഞത് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I hope you understand me. നമ്മളും ദൈവവുമായി ഒരു യഥാർത്ഥമായ ബന്ധം ഈ ദിവസം ഉണ്ടാകുവാനിടയായി തീരുകയാണ്. There should be a true and deep relationship between you and the Lord in this time and age. കരങ്ങളെത്തി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Raise your hands and worship the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെ പോയാൽ പോരാ എന്നൊരു ധാരണ ആരുടെയെങ്കിലും ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ മാറാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം എന്നുള്ളതാണ്. If any of you believe that I'm not happy with the way I am, then you should be willing to accept the change. ഞാൻ ഒന്നുകൂടെ പറയാം, ഇങ്ങനെ എന്റെ ആത്മീയ ജീവിതം പോയാൽ പോരാ, ഒരു പൊത്തുപെടുത്തിയ ആത്മീയ ജീവിതത്തിലാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്, എനിക്കൊരു മാറ്റം ആവശ്യമാണ് നിങ്ങളുടെ ഹൃദയം പറയുന്നെങ്കിൽ ഇതാണ് യഥാർത്ഥ സമയം. നിന്റെ ദൈവത്തെ അടുത്തറിയുവാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകട്ടെ. Today, if your heart is telling you, I am not able to accept this kind of spirituality, I'm not happy with an average spiritual life, then you must be able to accept the Lord. ഹല്ലേലൂയ. നമ്മൾ പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ദൈവത്തെ പറ്റി കാണും. അതെല്ലാം ഒന്ന് മാറ്റിവെച്ച് മോശ കണ്ടതുപോലെ, ഹല്ലേലൂയ, മുൾപ്പടപ്പിന്റെ മുമ്പിൽ കണ്ടതുപോലെ ഒരു യഥാർത്ഥ ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. You might have many prior understanding of the Lord, but if you want a life like Moses, then you must have a deep and intimate relationship with him as he had at the burning bush. ഉദാഹരണത്തിന് തോമസിനെ എടുക്കാം. തോമസ്, Can we take Apostle Thomas as an example? തോമസ് എല്ലാം സംശയമാണ്. Thomas was always doubting. കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ സംശയമാണ്. Even as he stood before the Lord, he was doubting him. കർത്താവ് തന്നെ അറിയുവാൻ ഒരു അവസരം കൊടുക്കുകയാ. So the Lord gave him an opportunity to understand him. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഇരിക്കുന്നവരെല്ലാവർക്കും സംശയമുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും സംശയമാണ്. എന്നാൽ ദൈവത്തെ വേണ്ടതുപോലെ അറിയുമ്പോഴേ നിന്റെ സംശയം പൂർണ്ണമായി മാറുകയുള്ളൂ. Every person who is sitting here has gone through doubts, but only when you understand the Lord perfectly will all these doubts be dispelled. ഉയർത്ത എഴുന്നേറ്റ കർത്താവ് മുമ്പിൽ നിൽക്കുമ്പോഴും തന്നെ മുമ്പിൽ സംശയമാണ്. Even as the resurrected Lord stood before him, Thomas went through doubts. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand? ഒരു മനുഷ്യനെ കൊണ്ടും പൂർണ്ണമായ സംശയം മാറ്റാൻ കഴിയുകയില്ല. No human being can dispel the doubts in your mind. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand ദൈവത്തെ കുറിച്ചുള്ളതായ നിന്റെ അല്ലെങ്കിൽ നമ്മുടെ അറിവ് വളരെ പരിമിതിയുള്ളതാണ്. The understanding that you have of the Lord is extremely limited. ഒരു മനുഷ്യനെ കൊണ്ട് അത് പൂർണ്ണമായി മാറ്റുവാൻ കഴിയുകയില്ല. No human being can change it. ഇന്ന് പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവം യഥാർത്ഥമായി നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അതിന് പിന്നെ ഒരു മനുഷ്യനും നിന്റെ സംശയം ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം വരത്തില്ല. നിന്റെ സംശയം പൂർണ്ണമായി മാറുവാനൊക്കെ ഇടയാകും. As the Lord comes down and brings his presence to you, then all your doubts will be dispelled at that instant. അതുകൊണ്ട് ഞാൻ പറയാൻ വരുന്നത്, ദൈവം
ആരാണെന്ന് മനസ്സിലാക്കി നാം ആരാധിക്കണം. So we must praise and worship the Lord in the understanding of who He is. എന്റെ അപ്പൻ ആരാധിച്ചു, എന്റെ അമ്മ ആരാധിച്ചു, എന്റെ പാസ്റ്റർ ആരാധിച്ചു എന്ന് പറഞ്ഞ് നീ ആരാധിക്കരുത്. Do not worship the Lord because your father and your mother and your pastor have worshipped the Lord. ദൈവത്തെ നീ മനസ്സിലാക്കി നീ ദൈവത്തെ ആരാധിക്കുവാനൊക്കെ വണ്ണമിടയാകണം. You must understand the Lord and you must praise and worship the Lord in the light of that understanding. ക്രൈസ്തവ കുലത്തിൽ വന്ന അബദ്ധം അതാണ്. This is the biggest mistake I see in Christian sphere. എന്റെ വല്യപ്പച്ചനും എന്റെ കുടുംബം അല്ലെങ്കിൽ എന്റെ അപ്പച്ചന്മാർ അമ്മച്ചിമാർ ഇങ്ങനെ ജനറേഷൻ ബാക്കിൽ ഒരു ക്രിസ്ത്യാനികളായിരുന്നു, അതുകൊണ്ട് ഞാനും ഇതിനകത്ത് വന്ന് ജനിച്ചു പോയി, ഇപ്പൊ ഞാനും എവിടെ പോവാ, ഏതെങ്കിലും പള്ളിയിൽ പോവുകയാണെന്നൊരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. Many Christians worship the Lord because their forefathers and fathers worship the Lord. ഒരു പേഴ്സണൽ എൻകൗണ്ടർ ആർക്കുമില്ല. There is no personal encounter with the Lord in anyone. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു വ്യക്തിപരമായ ബന്ധം ദൈവവുമായി ആർക്കുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. We have come to a point where even so-called Christians have no personal relationship with the Lord. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ നിർബന്ധിച്ചത് നീ രക്ഷിക്കപ്പെടണം. ഈ രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പം മനസ്സിലായോ? ഇപ്പം മനസ്സിലാക്കും നമുക്ക്. ഒരു കാലത്ത് നമ്മോട് നീ രക്ഷിക്കപ്പെടണം, ശാനപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് വലിയ കുറ്റം പറയുന്ന പോലെയാ. പക്ഷേ തലമുറ സഭയിൽ നിന്നും അന്യപ്പെട്ടു പോയപ്പോൾ ഇപ്പോൾ നാം തിരിച്ചറിയുന്നു എന്തുകൊണ്ട് എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും എൻ്റെ പാസ്റ്ററും എന്നോട് പറഞ്ഞു നീ രക്ഷിക്കപ്പെടണം, നീ ശാനപ്പെടണം എന്ന് പറഞ്ഞത് നമുക്ക് ഇപ്പോൾ മനസ്സിലാകും. Now we can understand why our parents and why our pastors and teachers often exhorted us that we must be getting saved and we must accept baptism. At that time it was a headache for us. പെന്തക്കോസ്തുകാരെ പറ്റി മാത്രമല്ല, മൊത്തം ക്രൈസ്തവരെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പറ്റിയാണ് പറയുന്നത്. സഭയിൽ നിന്ന് തലമുറകൾ പിന്മാറാൻ കാരണം, തലമുറകൾക്ക് വിശ്വാസത്തിൽ പിന്മാറാൻ കാരണം, ദൈവത്തിൽ വിശ്വസിക്കാത്തതിന്റെ കാരണം ദൈവവുമായി പേഴ്സണൽ ബന്ധമുണ്ടാകുവാൻ നമ്മുടെ തലമുറകൾക്ക് അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ്. I am not restricting my statements to just Pentecostals, but I am including every single Christian in it. It is because that our young people have not had an understanding of a personal understanding of the Lord, that they fell from faith. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ ഈ ദിവസങ്ങൾ ദൈവത്തെ യഥാർത്ഥമായി ഒരു അല്ലെങ്കിൽ ആത്മീയ ബന്ധമുള്ളവരായി മാറുവാൻ തക്കവണ്ണം എവിടെയാണ് അതിനുവേണ്ടി സഭ പ്രാർത്ഥിക്കണം. So the church must pray diligently so that our young people have a personal understanding of the Lord. ഹല്ലേലൂയ. അതിന് പല സംഘടനകളും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്, അതിനെ സ്തോത്രം ചെയ്യുകയാണ്. There are many organizations who are working towards this goal and I praise the Lord for them. അതിലൊന്നാണല്ലോ നമ്മുടെ സാമ്പത്തികമൊക്കെ വർക്ക് ചെയ്യുന്ന ICPF പോലുള്ളതായ സംഘടനകൾ. And ICPF is one among such organizations which our brother Sam works in. അവർ അതുപോലുള്ള അനേക സംഘടനകൾ പൊങ്ങി വരട്ടെ, നമ്മുടെ തലമുറകൾ കർത്താവിനെ അറിയട്ടെ, അവർ കർത്താവിന് വേണ്ടി നടക്കുവാൻ, അവർ അഭിഷേകം പ്രാപിക്കുവാൻ, അവർ അന്യഭാഷ പ്രാപിക്കുവാൻ. അഭിഷേകം അന്യഭാഷ അത്യാവശ്യമാണ്, അത് വേണ്ടെന്ന് പറയല്ല. എന്നതിനേക്കാൾ ഉപരിയായി ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray that more such organizations come up and they are able to lead our young people to salvation and to the outpouring of the Holy Spirit, but most importantly the ability to lead a godly and Christian life. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ദൈവത്തെ ദൈവമായി കണ്ട് നാം ദൈവത്തെ ആരാധിക്കണം. So what I'm trying to say here is that we must praise the Lord in the understanding of who He is. കാര്യം മനസ്സിലാക്കണം, ഞാൻ സ്വയമേ ഈ ഭൂമിയിൽ വന്നതല്ല, പകരം ദൈവം എന്നെ നിർമ്മിച്ചതാണ് എന്നും ഞാൻ ദൈവത്തിനുള്ളവനാണെന്നും തിരിച്ചറിയണം. We must understand that we are not here on this earth by our own merit or skill, but rather because the Lord created us and placed us here. ദൈവത്തെ അറിയുക എന്നുള്ളത്, ശ്രദ്ധിക്കുക, ഒരാളെ നാം അറിയുക എന്നുള്ളത്, ഞാൻ ഇപ്പോൾ സാമിനെ കൂടുതൽ അറിയുന്നെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ഇന്റിമസി വർദ്ധിക്കുകയാണ്. To understand someone is to have an intimate and deep relationship with someone. ദൈവത്തെ അറിയുക എന്നുള്ളത് ഞായറാഴ്ചയിൽ ഉപരിയായി ദൈവത്തെ അറിയുക എന്നുള്ളത് എന്താണ്? ദൈവത്തോടുള്ളതായ ഇന്റിമസി വർദ്ധിക്കുവാൻ തക്ക വണ്ണം ഇടയായിത്തീരും. So to understand God is to have an intimate relationship with Him. ഹല്ലേലൂയ. ഒരു ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു യഥാർത്ഥ ആരാധന നമുക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. Only if you understand the Lord intimately can you worship Him in the fullest form. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand me? ഹല്ലേലൂയ. സാം ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി എന്താണെന്നും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ രീതിയിൽ അദ്ദേഹത്തോട് ബിഹേവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. Only if I understand who Sam is, what his identity is, what his personality is, can I deal with him as I should. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ എങ്കിൽ പല കാര്യവും ഞാൻ ചെയ്യുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. If not, he might not like what I'm doing. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? Do you understand me? പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടം മധുരമിടാത്ത ചായയായിരിക്കും ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. He might like tea without sugar and I might give him the wrong thing. ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. I'm just giving an example. അറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതുപോലെ പ്രവർത്തിക്കുവാൻ നമ്മളോട് കഴിയുകയുള്ളൂ. Only if you understand someone can you deal with them as you should. അതുകൊണ്ട് ദൈവത്തെ അറിയുക. So to understand God,
എങ്കിൽ മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയൂ, വേണ്ട രീതിയിൽ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. Only then can you praise him as you should. Praise the Lord. Praise the Lord. ഇപ്പോൾ നാം അർപ്പിക്കുന്ന ആരാധന എല്ലാ മനുഷ്യനെയും കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. I believe that the worship that you're giving to the Lord at this moment is something that every single person is capable of. This is not something extraordinary. ഇത് എക്സ്ട്രാ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. There's nothing special about what you're doing now. ഇത് യാക്കോബക്കാരനെ കൊണ്ടും പറ്റും, കത്തോലിക്കരെ കൊണ്ടും പറ്റും, ഹൈന്ദവ സഹോദരനെ കൊണ്ടും പറ്റും. ഏതൊരു ആലയത്തിൽ പോയിരിക്കുക, കൈയടിക്കുക, പാടുക എന്നുള്ളതൊക്കെ ഉള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞ വാക്കുകളെ. പക്ഷേ ഇതിനേക്കാൾ അപ്പുറമായി ദൈവത്തെ ഒന്ന് അറിയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. Any Catholic or Orthodox or even a Hindu person can worship the Lord as you are worshiping now. Please do not misunderstand me, but we must be able to worship the Lord with a full understanding of him. Hallelujah. Hallelujah. ഞാൻ പറഞ്ഞ വിഷമമായോ? Is anyone upset at what I said? സാരമില്ല. It's okay. കുത്തുകൊണ്ടവർ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അപ്പോസ്തല പ്രവൃത്തി. Those who have been pricked by their conscience. അവർ മാനസാന്തരപ്പെട്ട് ചാലപ്പെട്ട് എവിടെ കയറി? സഭയെ കയറി. They repented and were baptized and were joined to the church. ഏത് സഭയിലാ? Which church? ചർച്ച് ഓഫ് ഗോഡ്. The Church of God. ഹല്ലേലൂയ. Hallelujah. ഞാൻ പറഞ്ഞു നമുക്ക് ചർച്ച് ഓഫ് ഗോഡ് സംഘടനയുണ്ട്, അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. I'm not talking about the denomination. Praise the Lord. Hallelujah. Hallelujah. അടുത്ത വാക്യം വേഗത്തിൽ വായിച്ച് അവസാനിപ്പിച്ചാട്ടെ, വേഗത്തിൽ. Can we go to the next verse, please? Yeah. 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 ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നത്? അവൻ്റെ വാതിലുകളിൽ എങ്ങനെ വരണം? ഈ ആലയത്തിലോട്ട് വരുമ്പോൾ എങ്ങനെ വരണം? സ്തോത്രത്തോടെ വരണം. As you come into this church, you must come to it with thanksgiving. ഈ ആലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സകല ബേഡനും എന്ത് ചെയ്യണം? അവൻ നിങ്ങൾക്കായി, നിങ്ങൾ ബാക്കി പറഞ്ഞ അവൻ നിങ്ങൾക്കായി. You must drop down all burdens as you come into the church. അപ്പം കളഞ്ഞിട്ട് എന്നിട്ട് വേണം ഈ ആലയത്തിലോട്ട് കയറി കഴിഞ്ഞാൽ വിശുദ്ധ വേദപുസ്തകം പറയുക എന്താ പറയുന്നത്? അവൻ്റെ വാതിലുകളിൽ എന്തിനു വരണം? സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ എന്ത് ചെയ്യണം? ഈ പ്രാകാരത്തിൽ ഇരിക്കുമ്പോൾ എന്താ വരേണ്ടത്? സ്തുതി. നമ്മുടെ സഭയോർത്ത് സ്തോത്രം ചെയ്യുന്നു. പല പ്രാകാരങ്ങളിൽ നടക്കുന്നത് അതാണോ? പല പ്രാകാരങ്ങളിലും. പണ്ടൊരു സഭയിൽ പോയ സമയത്ത് പുറകിൽ നിന്ന് ചെയറെടുത്തോണ്ട് വരിക. എന്തിനെന്നറിയാവോ? ഫ്രണ്ടിൽ ഇരിക്കാനല്ല. ഞാൻ അവിടെ ഡാഷ് ഇട്ട് ഞാൻ അവസാനിപ്പിക്കുക. ചെയറെടുത്തോണ്ട് വരിക. ഞാൻ വിചാരിച്ചു അദ്ദേഹം അവിടെ ഇരിക്കാൻ പോവാന്ന്. പക്ഷേ അല്ലായിരുന്നു. പിന്നീട് എൻ്റെ രഹസ്യം വേണ്ടി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എന്തിനാ ഈ ചെയർ കൊണ്ട് വന്നതെന്ന്. സോ ഞാൻ പറഞ്ഞു വന്നത് പ്രാകാരം എന്ന് പറയാൻ മനസ്സിലായി. ഇവിടാന്ന് പഴയ നിയമം അറിയുന്നവർക്ക് അറിയാം പ്രാകാരം എന്താ, വിശുദ്ധ സ്ഥലം എവിടാണ്, അതിവിശുദ്ധ സ്ഥലം എവിടാന്ന്. So if you study the Old Testament, you know where the courts of the house of the Lord is, what the holy place is, and what the holiest of holies is. പ്രാകാരം എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് ഇരിക്കാനുള്ളതായ സ്ഥലമാണ്. ദൈവജനത്തിന് നിൽക്കാനുള്ള സ്ഥലമാണ്. The courts are where the people of the Lord stand. അപ്പം ഈ പ്രാകാരങ്ങളിൽ എങ്ങനെ ഇരിക്കണം? So how must we be in the court of the Lord? നിങ്ങൾ വായിച്ചോ? വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടി ഇരിക്കണം. അങ്ങനെയാണ്. പെന്തക്കോസ്തുകാർ സ്തുതി പറയുന്നുണ്ടോ സ്തോത്രം പറയുന്നത് ഒന്നും തെറ്റല്ല. ഇത് നമ്മളെക്കാളും കൂടുതൽ ഒരു കാലത്ത് നമ്മളെ കുറ്റം പറഞ്ഞ നാമധേയ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാർ ഇന്ന് നമ്മളെക്കാളും കൂടുതൽ എന്ത് പറയുന്നുണ്ട്? സ്തുതിയും പറയുന്നുണ്ട്, സ്തോത്രവും പറയുന്നുണ്ട്, പിന്നെന്തുണ്ട്? അന്യഭാഷയും പറയുന്നുണ്ട്. Even many denominations who criticize Pentecostals for praising the Lord constantly now praise the Lord more than we do and even speak in tongues. അവർക്ക് വെളിവ് കിട്ടി, പക്ഷെ നമ്മുടെ വെളിവ്, they have a revelation now, but our revelation has dimmed. Praise the Lord. ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറകൾ അഭിഷേകത്തോടെ എഴുന്നേൽക്കണം. Today the next generation among us must be able to rise in faith. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ വരണം. We must be able to enter his gates with thanksgiving. ദൈവജനം ഇരിക്കുന്ന ഇടത്ത് എന്ത് ചെയ്യണം? സ്തുതിയോടുകൂടെ ഇരിക്കണം. And you must enter into his courts with praise. അടുത്ത പറയാണ് അവന് സ്തോത്രം ചെയ്തോണേ. അവന് സ്തോത്രം ചെയ്ത് അടുത്തല്ലോ അവർ വായിച്ചേ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ നാം വാഴ്ത്തണം. Be thankful to him and bless his name. അതിനുശേഷം പറയുകയാണ് യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. For the Lord is good, his mercy is everlasting, and his truth endures to all generations. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ അവസാനത്തെ വാക്യം അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. ആരുടെ തലമുറയാ?
this last verse, which generation is it dealing with? 1 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യം വരെ അല്ലെങ്കിൽ 4-ാമത്തെ വാക്യം വരെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ്റെ തലമുറ, ആ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവത്തിനൊരു നീതിയുണ്ട്, ദൈവത്തിനൊരു വിശ്വസ്തതയുണ്ട്. ആ വിശ്വസ്തത തലമുറയോളം ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി. For the person who has accepted verses 1 to 4 and have fully committed to it, to him and his succeeding generations, the Lord will show justice and truth. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. Let's close our eyes in prayer. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുകയാണ്. Father, we are now submitting ourselves once again to you. കർത്താവേ, ഞങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാനിടയായി. Lord, we have heard from your scriptures. കർത്താവേ, ഞങ്ങൾ എങ്ങനെ അങ്ങയെ സ്തുതിക്കണമെന്ന് ഞങ്ങൾ കേട്ടു. Lord, we have heard how we must praise you. സകല മനുഷ്യരും ദൈവത്തെ ആരാധിക്കണമെന്ന് ഞങ്ങൾ കേട്ടു. Lord, we have heard that all humans should praise you. കർത്താവേ, അവിടുന്ന് ഞങ്ങൾ അങ്ങയെ ആർപ്പിടണമെന്ന്, അങ്ങയെ സ്തുതിക്കണമെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായി. Lord, we heard that we must make a joyful shout of praise to you. ഞങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യം എന്താണെങ്കിലും അങ്ങയെ സ്തുതിക്കണമെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായി. Lord, we heard that we must worship and praise you irrespective of our personal circumstances. ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണമെന്ന് കേൾക്കുവാനിടയായി. Lord, we heard that we must be joyful as we praise you. സംഗീതത്തോടെ ദൈവത്തെ സ്തുതിക്കണമെന്ന് കേൾക്കുവാനിടയായി. We heard that we must be able to sing and make music to you. ദൈവമാണ് ഞങ്ങളുടെ ഇടയനെന്ന് കേൾക്കുവാനിടയായി. Lord, we heard that you are our divine shepherd. അവിടുന്നാണ് ഞങ്ങളെ നിർമ്മിച്ചതെന്ന് കേൾക്കുവാനിടയായി. Lord, we heard that you are our maker. ഞാൻ അങ്ങേക്കുള്ളവനാണെന്ന് കേൾക്കുവാനിടയായി. Lord, we heard that each of us belongs to you. ഞങ്ങൾ അവിടുത്തെ കയ്യിലെ ആടുകളാണെന്ന് കേൾക്കുവാനിടയായി. Lord, we heard that we are flocks of sheep in your hands. ഞങ്ങൾ അപ്പന്റെ കരങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രത്തോടെ കടന്നു വരണമെന്ന് കേൾക്കുവാനിടയായി. Lord, we heard that as we come into the presence of you, Father God, that we must come to you with praise. ഞങ്ങൾ പ്രാകാരങ്ങളിൽ ദൈവസന്നിധി കടന്നു വരുമ്പോൾ സ്തുതിയോടുകൂടി ആയിരിക്കണമെന്ന് കേൾക്കുവാനിടയായി. Lord, we heard that as we enter into your courts, we must be with praise. ഹല്ലേലൂയ. സ്തോത്രത്തോടെ അങ്ങയെ സ്തുതിക്കണമെന്ന് കേൾക്കുവാനിടയായി. Lord, we heard that we must be thankful to you and then praise you. കർത്താവേ, അവിടുത്തെ വിശ്വസ്തത ഞങ്ങളോടുള്ള ബന്ധത്തിൽ, ഞങ്ങൾ തലമുറയോടുള്ള ബന്ധത്തിൽ തലമുറയോളം ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. Lord, thank you for reminding us once again of your faithfulness to us and our generations from one generation to the next. കർത്താവേ, ഒരു പേരിന് പൊത്തുപെരുത്ത ആത്മീയ ജീവിതമുള്ളൊരു ക്രിസ്ത്യാനിയായി തീരാതെ, Lord, let us not be just nominal Christians with nominal spiritual lives. ഈ ദിവസങ്ങളിൽ ദൈവഹിതപ്രകാരമുള്ള ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, മോശയ്ക്ക് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അനുഭവിച്ചതുപോലെ, ഏലിയാവിന് ദൈവീയ സാന്നിധ്യം ഉണ്ടായതുപോലെ, ഹല്ലേലൂയ, ഞങ്ങൾ പുതിയ നിയമത്തിൽ കേട്ടതുപോലെയുള്ളതായ ഒരു ആത്മീയ ബന്ധം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായി ഉണ്ടാകട്ടെ. കർത്താവേ, Lord, let us have a deep and intimate spiritual relationship with you, just as Moses and Elijah had, and just as it is described in the New Testament. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ തലമുറകളും ദൈവത്തെ യഥാർത്ഥമായി ഒന്ന് അനുഭവിച്ചറിയുവാൻ ഇടയാകട്ടെ. കർത്താവേ, Lord, let all the young people in our church have a deep understanding of you, Father. അവർ വ്യക്തിപരമായി തിരിച്ചറിയട്ടെ. കർത്താവേ, Lord, let them have a personal understanding of you, Father. കർത്താവിനെ അവർ യഥാർത്ഥമായി രുചിച്ചറിയട്ടെ. കർത്താവേ, Lord, let them taste you and understand you, Father. ഞങ്ങൾ അവരോട് പറഞ്ഞ പരിചയത്തിലല്ല, പകരം അവർ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവത്തിൽ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. Lord, let them not understand you through second-hand experience that we had, but let them have first-hand experiences you. ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. Lord, we submit everything to you. തലമുറകളെ എല്ലാം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. Lord, thank you for blessing all our youngsters. സഭയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. Lord, thank you for blessing our church. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name I pray. ആമേൻ. അവസരം ദൈവദാസനും നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ.